ഡൽഹിയിലെ കലാപ സമരത്തിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നെയും സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ഒക്കെ തന്നെ തുടരുന്നുണ്ട്. ഇവിടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചോര കുടിക്കുക എന്നുള്ളതാണ്. ആർക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചോര കുടിക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണെങ്കിലും ഇത്തരത്തിൽ ഒരു ആസൂത്രണം ഈ സർക്കാരിനെതിരെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും പൊതുവികാരം അതിനെതിരാവണ്ടേ? പൊതുവികാരം ഈ പറയുന്ന കലാപകാരികൾക്കെതിരാവേണ്ടതല്ലേ? അല്ല, ഇപ്പം ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന പ്രധാനമായിട്ടും സംഭവിച്ചത്, ഇത് നരേന്ദ്രമോദിക്ക് മാത്രമെതിരല്ല, ഇത് ഇന്ത്യക്കെതിരായിട്ടുള്ള സമരമാണ്, ഭാരതത്തിനെതിരായിട്ടുള്ള സമരമാണ്. ആ കലാപത്തിൻ്റെ സ്വഭാവം നമ്മളൊന്ന് പരിശോധിച്ച് നോക്ക്. കലാപത്തിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? ആ നരേന്ദ്രമോദി രാജിവെക്കുക, അല്ലെങ്കിൽ BJP സർക്കാർ രാജിവെക്കുക. ഇത്യാദി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അഭിഷേക് ദിക്തെ എന്ന് പറയുന്ന ആൾ അവിടെ അമേരിക്കയിൽ നിന്ന് പുറപ്പെടുന്ന ആളാണ്. അമേരിക്കയിൽ നിന്ന് അയാൾ പുറത്താക്കിയതാ. ഈ പറയുന്നൊരു 3-4 പേരുണ്ടായിരുന്നു. ഒരു രാജ്യത്ത് അമേരിക്കയിലുണ്ടായിരുന്നു, ഒരാൾ ആസ്ട്രേലിയയിലുണ്ടായിരുന്നു, വേറെ ഏത് രാജ്യത്തൊക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം സ്വരാജ്യത്തേക്ക് മടങ്ങി വന്നിട്ട് ഇവിടെ സമരങ്ങൾ പാറ്റാന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് ആദ്യത്തെ പ്രസ്ഥാനം കോൺഗ്രസ്സിന് വന്നു. കോൺഗ്രസ് വന്നത് ഇത് BJPയുടെ ആസൂത്രിതമായിട്ടുള്ള സമരമാണ്. ഈ പറയുന്ന പാറ്റാ സമരം ആസൂത്രണം ചെയ്തിരിക്കുന്നത് BJP ആണ്. അത് കോൺഗ്രസിൻ്റെ അഭിപ്രായം തെറ്റാന്ന് പറയാൻ സാധ്യമല്ല. കാരണം ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ഈ പറയുന്ന സമരം നടത്തുന്ന ആളെ സംബന്ധിച്ച് ഇവർ കേവലം ധർമ്മേന്ദ്ര പ്രധാൻ രാജിയല്ല, ഇവർ ആവശ്യം ഉന്നയിക്കുന്നു. ആദ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ഞങ്ങൾ സമരം നടത്തുന്നു. ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരാരൊക്കെയാണ് അത് നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. പങ്കെടുക്കുന്നവരിൽ ഏറെ പേരും മലയാളികളാണ്. മലയാള മാധ്യമങ്ങൾക്ക് മാത്രമാണ് അതിനകത്ത് പണിയുള്ളത്. മലയാളത്തിലെ സോഷ്യൽ മീഡിയകൾക്ക് മാത്രമാണ് പണിയുള്ളത്. ബാക്കിയുള്ളവർക്കാർക്ക് ഇക്കാര്യത്തിൽ പണിയില്ല. അവരവിടെ സമരം ചെയ്യുന്നു, ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്നു. ഈ സമരം ചെയ്യുന്ന ആൾക്ക് ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? ഇപ്പോൾ എറണാകുളത്ത് നിന്ന് പോയിട്ടുള്ള പയ്യനെ കുറിച്ചിട്ട് ഞാൻ കണ്ടത് റിപ്പബ്ലിക് ചാനലിൽ, റിപ്പോർട്ടർ ചാനലിൽ അയാൾ പറയുന്നത്, ഞാൻ എറണാകുളത്ത് നിന്ന് ഇവിടെ വന്നു, എനിക്ക് ഡൽഹിയിൽ വരണമെന്ന് കുറേ കാലമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഡൽഹിയിൽ വന്നു, അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തന്നു, ഞാൻ ഫ്ലൈറ്റിൽ വന്നു, അതിനുശേഷം ഇവിടെ താമസിക്കുന്നു. ഏത് സ്ഥലത്ത് താമസിക്കുന്ന ഇയാൾക്ക് അറിയാൻ പാടില്ല. ഇയാൾ താമസിക്കുന്നു, ഇയാൾക്ക് ഫുഡ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേരള ഹൗസിൽ നിന്നാണോ എന്നറിയില്ല, വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്നാണോ എന്നറിയില്ല, അല്ലെങ്കിൽ സ്വിഗ്ഗി പോലെയുള്ള ചില ഏജൻസികൾ വഴിക്ക് വന്നു. ഇത് ആരാണ് ഓർഡർ ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ല. നമ്മളിപ്പോൾ ചില TV പരസ്യം കാണുന്നില്ലേ? കാരണം വീട്ടമ്മമാർ, പ്രായമായിട്ടുള്ള അമ്മയും അച്ഛനുള്ള വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല എന്ന് അമ്മ പറയുന്നു. ഉടനെ തന്നെ ബെല്ലടിക്കുന്നു. ബെല്ല് തുറന്നു നോക്കുന്ന സമയത്ത് അവിടെ ഓൺലൈൻ ഫുഡിൻ്റെ ആളുകൾ വന്ന് നിൽക്കുന്നു, അവർ ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അതേസമയത്ത് മോൾ അവിടെ ഇരുന്ന് ഫ്രാൻസിലോ ജർമ്മനിയിലോ എവിടെ ഇരുന്നിട്ട് ഓർഡർ ചെയ്തതാണ്, ആ ഭക്ഷണമാണ് വരുന്നത്, അത് കഴിക്കുന്നു എന്ന് പറയുന്ന പോലെയുള്ളൊരു പരിപാടിയാണ് ഇവിടെ. ജന്തർ മന്ദിറിലുള്ള ആളുകളെ ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? ആരാണ് ഇവർക്ക് പണം കൊടുക്കുന്നത്? ഇവരെ ചിലവുകൾ ആരാണ് വഹിക്കുന്നത്? ഇത്യാദി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അപ്പോൾ ആ സമരത്തിൻ്റെ ഇവരാദ്യം ഉന്നയിക്കുന്ന വാദം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാണ്. അത് സമ്മതിച്ചു വന്നിരിക്കട്ടെ. അവിടെ ഇവർ ആവശ്യപ്പെടാൻ പോകുന്നത്, ഇപ്പോൾ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഇന്ന് അന്വേഷണം നടത്തണം. കുറ്റവാളികളായിരിക്കുന്ന ഇപ്പോൾ ചില മരിച്ച ആളുകളുണ്ട്. ആ മരിച്ച ആളുകൾ എല്ലാവരും വീട്ടിലേക്ക് 1 കോടി രൂപ വെച്ചിട്ട് കൊടുക്കണം. അത് സർക്കാർ സമ്മതിച്ചു വന്നിരിക്കട്ടെ. പിന്നത്തെ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം, ഈ സമരം നടത്തിയിരിക്കുന്ന ആളുകൾ, വണ്ടികൾ കത്തിച്ച ആളുകൾ, പോലീസ് വാഹനങ്ങൾ നശിപ്പിച്ച ആളുകൾ, സ്വകാര്യ വാഹനങ്ങൾ നശിപ്പിച്ച ആളുകൾ, ഈ പറയുന്ന കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാൻ പാടില്ല. നമ്മുടെ സോണം മഞ്ജുവിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നതാണ്. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ ആവശ്യം അതിനേക്കാളും വളരെ രസകരമാണ്. 4ാമത്തെ ആവശ്യം, ഏത് സമരത്തിലാണെങ്കിലും സമരം നടത്തുന്ന ആളുകൾ മന്ത്രിമാരെ അവിടെ പോയി കാണുക പതിവ്. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും സീനിയർ മന്ത്രിയായിരിക്കുന്ന JP നദ്ദയാണ് ചുമതലപ്പെടുത്തിയത്. ഈ മന്ത്രിയെ ഇവരെ അവിടെ പോയി കണ്ടാണ്. മറിച്ച് ഇവരാവശ്യപ്പെടുന്നത്, ഞങ്ങൾ മന്ത്രിയെ കാണൂല, മന്ത്രി ഞങ്ങളെ വന്ന് കാണണം. മന്ത്രി ഞങ്ങളെ വന്ന് കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ പറയുക. മന്ത്രി ഇവർക്ക് വേണ്ടി കൂക്കി വിളിക്കാം, മന്ത്രിക്കെതിരായിട്ട് ഇവർക്ക് വേണ്ടി പ്രകടനം നടത്താം, മന്ത്രിക്കെതിരായിട്ട് എല്ലാ തരത്തിലുള്ള പ്രചാരങ്ങൾ ഇവർക്ക് നടത്താം, സർക്കാരിനെതിരായിട്ട് നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെയുള്ള ഇവർക്ക് പരമാവധി സ്വാതന്ത്ര്യം ആദ്യ സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് അഭിഷേക് ദീപ്തെ ഇവിടെ വന്ന അഭിജിത് ദീപ്തെ അയാൾ വന്ന സമയത്ത് അയാൾ ഇതിൻ്റെ പെർമിഷൻ ചോദിക്കുകയാണ് ജന്തർ മന്ദിറിൽ സമരം നടത്താൻ. ആ സമയത്ത് യാതൊരു മടിയും കൂടാതെ കണ്ടാണ് അയാൾ വരുന്ന സമയത്ത് ഓൺ ദ സ്പോട്ട് കൊടുക്കുകയാണ് അയക്ക് അനുവാദം കൊടുക്കുക. അയാളുടെ കൂടെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, നാമമാത്രമായിട്ടുള്ള ആളുകളാണ്. ഇത് പിന്നെ സോഷ്യൽ മീഡിയയിൽ പരസ്യം കൊണ്ടും മലയാള മാധ്യമങ്ങളുടെ വലിയ പ്രചാരം കൊണ്ടും മലയാളികളുടെ പോപ്പുലേഷൻ ലക്ഷക്കണക്കിനാണ് അവിടെ ഡൽഹിയിലുള്ളത്. ഈ പറയുന്ന മലയാളികളാണ് എത്തുക. ഇപ്പം ഞാൻ വേറെ ചോദിക്കട്ടെ, കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി അവിടേക്ക് സമരത്തിന് പോയി, ജന്തർ മന്ദിറിൽ പോയില്ലല്ലോ. എന്താ പോകാതിരിക്കാൻ കാരണം? അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി പോയില്ലല്ലോ.
വി ഡി സതീശൻ പോയില്ലല്ലോ, കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാരും ജന്തർ മന്ദറിലേക്ക് പോയില്ല. കാരണം അവിടെ നടക്കുന്ന സമരമല്ല, സമരാഭാസമാണെന്ന് കൃത്യമായിട്ട് ബോധ്യം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് പ്രധാനമായിട്ട് പരിശ്രമിച്ചത് ഈ സമരവും ഞങ്ങളുമായിട്ട് ബന്ധമില്ല എന്നുള്ള വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. കോൺഗ്രസ്സുകാർ ചെയ്തത് ആ സമയത്ത് ഇതേ സമരം ജന്തർ മന്ദറിലുള്ള ആളുകൾ അക്രമത്തോടുകൂടി സമരം നടത്തിയ സമയത്ത് കോൺഗ്രസ്സുകാർ നേരിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുമ്പിലേക്ക് പോകുന്നു. അത് സമരമാണെന്നറിയില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ പോയി ഒരു മരിച്ച വീട്ടിലിരിക്കുന്ന മാതിരി ഇരിക്കുന്നതാണ് നമ്മൾ ചിത്രം. അവിടെ മറ്റേ കർണാടകത്തിലെ മുഖ്യമന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന മുഖ്യമന്ത്രിമാരൊക്കെ അവിടെ വന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരോട് പറയുന്നത് ഇത് പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ മുമ്പിലുള്ള സമരമാണ്. ഇതിനു മുമ്പ് ഇവർക്ക് പോലും അറിയില്ല. അതേപോലെ തന്നെ കേരളത്തിലെ മന്ത്രി നമ്മൾ കണ്ടു തിരക്കിട്ട് ജന്തർ മന്ദറിലേക്ക് എവിടെയെങ്ങാണ്ടൊക്കെ പോണ്. ഇയാൾ അക്രമത്തിൻ്റെ സ്ഥലത്തേക്ക് ഇയാൾ പോയത്. ഒരു മന്ത്രി അക്രമത്തിന് പോകാമോ? ഒരു പാർലമെൻറ്റ് മെമ്പർ കേരളത്തിൽ നിന്നുള്ള ആൾ അക്രമിയായിട്ടുള്ള ആളാണ്. ഈ പറയുന്ന ആളുകൾക്ക് അക്രമം കാണിച്ചതിൻ്റെ സോഷ്യൽ മീഡിയ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ മന്ത്രിമാർ പോലും സ്വന്തം നിലമറന്നുകൊണ്ട് സമരാങ്കണത്തിലേക്ക് എടുത്തു ചാടി വിവരക്കേട് കാണിച്ചതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു നമ്മളവിടെ ജന്തർ മന്ദർ കണ്ടത്. അപ്പോൾ ഈ സമരത്തിന് യഥാർത്ഥമായിട്ടുള്ള യാതൊരു ലക്ഷ്യവും സമരത്തെ സംബന്ധിച്ചില്ല. ഇപ്പം നീറ്റ് പരീക്ഷയെ സംബന്ധിച്ചാണെങ്കിലും അതിന് അന്വേഷണം നടക്കണമെന്ന ആവശ്യക്കാരാണ് നമ്മളെല്ലാവരും. അതിനകത്ത് ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷെ ആ സമരത്തിന് വേണ്ടിയിട്ട് നീറ്റ് പരീക്ഷയിലെ കുട്ടികളുടെ പേരിൽ വിലപേശിക്കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ അവരെ മുഴുവൻ തടങ്കലിൽ വയ്ക്കുന്നൊരു സമീപനം ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇതിനകത്ത് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരാ സോണം മഞ്ജു. അയാളാരാ? അവിടെ ലഡാക്കിൽ കൂടി ചൈന വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന രാജ്യദ്രോഹിയായിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് സോണം മഞ്ജു. അത്തരത്തിൽ രാജ്യദ്രോഹികളെ വെച്ചിട്ട് സമരം നടത്തുന്നത്. അവിടെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ എന്താ? ആസാദി മുദ്രാവാക്യങ്ങളാണ് വിളിക്കുന്നത്. ഭാരതത്തിൽ നിന്ന് സ്വതന്ത്രമാകാനായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, സ്വന്തം സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ. ഇതിനെങ്ങനെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? ഇതിനെങ്ങനെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? കേരളത്തിൽ ചില പ്രസ്ഥാനങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സപ്പോർട്ട് ചെയ്യും. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ പോലും 17 ഘടകമാണ് രാജ്യമാണെന്ന് എഴുതി വെച്ചിട്ടില്ല. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകത്തിനകത്ത് ശ്രീമാൻ EMS പറഞ്ഞിട്ടുണ്ട്. EMSന് ഇതെല്ലാം വെവ്വേറെ രാജ്യങ്ങളായിരുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യമാണ്. അവർ പ്രത്യേകമായിട്ട് രാജ്യമാണ് വേണമെന്ന് ആവശ്യപ്പെട്ടവരാണ്. പാകിസ്ഥാൻ രൂപീകരണത്തെ സപ്പോർട്ട് ചെയ്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരിക്കുന്ന MA ബേബിയും കൂട്ടരൊക്കെ സമരത്തിന് പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇന്ത്യയുടെ തകർച്ച അവരുടെ ലക്ഷ്യമാണ്. അവരുടെ ലക്ഷ്യം ചൈനയാണ്. അവരുടെ ലക്ഷ്യം അവരുടെ മാതൃഭൂമി ചൈനയായിട്ടാണ് അവർ ധരിക്കുക. 1962 EMS പറഞ്ഞിട്ടുണ്ട് ചൈന ഇന്ത്യയെ ആക്രമിച്ച സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പറഞ്ഞത്, പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് പറഞ്ഞത് ഇന്ത്യ ഇന്ത്യയുടെ എന്ന് ചൈനയുടെ എന്ന് പറയുന്ന സ്ഥലത്താണ് യുദ്ധം നടക്കുന്നതെന്നാണ്. എന്ന് വെച്ചാൽ തികച്ചും ഇന്ത്യാവിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ വലിയ അവർ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകൾ. ഈ കമ്മ്യൂണിസ്റ്റുകൾ ഒഴിച്ച് ഏത് ദേശീയ പ്രസ്ഥാനമാണ് ഇത്തരം ദേശവിരുദ്ധമായിട്ടുള്ള സമരത്തിൻ്റെ കൂടെയുള്ളത് എന്നുകൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളില്ലാതെ കണ്ട് യുവതലമുറയെ വഴിതെറ്റിക്കാൻ പരിശ്രമിക്കുന്ന അമേരിക്കൻ പിണിയാളന്മാരായിരിക്കുന്ന ചില ആളുകളുടെ ഒത്താശയോടുകൂടി നടക്കുന്ന സമരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.